ഡിഗ്രി കഴിഞ്ഞതുകൊണ്ട് മാത്രം നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് മികച്ച മാനേജ്മെന്റ് കരിയർ നേടിയെടുക്കാൻ പറ്റാതിരിക്കാനുള്ള കാരണം എന്തായിരിക്കും? കാരണം ഇന്ന് ഡിഗ്രിക്ക് ഒരുപാട് മാർക്കോട് കൂടിയിട്ടൊക്കെ പാസ്സായിട്ടും പോലും നല്ലൊരു മാനേജ്മെന്റ് പൊസിഷനിലേക്ക് പല കുട്ടികളും ഇന്ന് എത്തിപ്പെടുന്നില്ല. അതിനുള്ള മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച സ്കിൽ സെറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം നമ്മുടെ നാട്ടിൽ കമ്പനീസ് ഇല്ലാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ ജോലി അവസരം ഇല്ലാത്തത് കൊണ്ടല്ല. നമ്മുടെ നാട്ടിലായിക്കോട്ടെ വിദേശ രാജ്യങ്ങളിലായിക്കോട്ടെ ഒരുപാട് ജോലി അവസരങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഒരു ഡിഗ്രി പഠിച്ചതുകൊണ്ട് മാത്രം നമ്മുടെ കമ്പനീസിനോ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിനോ വേണ്ട സ്കിൽ സെറ്റ് പല കുട്ടികളും നേടിയെടുക്കാൻ മറന്നു പോകുന്നു എന്നുള്ളതാണ് മെയിൻ കാരണം. ഇന്ന് ഒരുപാട് കുട്ടികൾ പഠിച്ചിറങ്ങി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും ഏത് കമ്പനി ആയിക്കോട്ടെ ഹയർ ചെയ്യാൻ ആഗ്രഹിക്കുള്ളൂ. അത് ഞാനായിക്കോട്ടെ വേറെ വ്യക്തി ആയിക്കോട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? നല്ലൊരു മാനേജ്മെന്റ് കരിയർ ആണെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ സ്കിൽ സെറ്റ് ബേസ്ഡുള്ള പ്രോഗ്രാംസ് പഠിക്കണം. കാരണം ഇന്നൊരു മാനേജ്മെന്റ് മേഖല നോക്കുകയാണെങ്കിൽ ഏറ്റവും കോർ ആയിട്ടുള്ള 4 മേഖലകളാണ് HR, ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ്, അതുപോലെ തന്നെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ഓപ്പറേഷൻസ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. അപ്പോൾ ഈ 4 മേഖലയെക്കുറിച്ചുള്ള സ്കിൽ സെറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഏതൊരു കമ്പനിയിൽ പോയിക്കോട്ടെ അവിടെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള സ്കിൽ സെറ്റുകൾ നേടിയെടുക്കാനും അതിനൊപ്പം തന്നെ അവിടെ പെർഫോം ചെയ്യാനും സാധിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണം ഇനിയിപ്പോൾ 2025 ഡിഗ്രി കഴിയുന്ന കാൻഡിഡേറ്റ്സ് ശ്രമിക്കാനായിട്ട്. കാരണം എന്നാലാണ് ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ അതിൽ നോക്കുന്ന പോയിന്റ് ആണെങ്കിൽ സാധാരണ പല കുട്ടികളും ചെയ്യുക ഏതെങ്കിലും ഒരു പ്രോഗ്രാം പഠിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഷോർട്ട് ടൈം പ്രോഗ്രാം പഠിച്ച് കരിയർ അവസാനിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള അറിവ് ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ മൾട്ടി സ്കിൽ സെറ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികൾ കാനഡയിലും US ഒരുപാട് ഫീ കൊടുത്ത് പഠിക്കുന്ന പ്രോഗ്രാംസ് ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ തന്നെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള രീതിക്കുള്ള പ്രോഗ്രാംസ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. എസ്പെഷ്യലി അതിൽ ABA പ്രോഗ്രാംസ്, അഡ്വാൻസ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാംസ്, US കാനഡയിലും മാത്രമൊക്കെ കണ്ടുവരുന്ന പ്രോഗ്രാംസ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു 18 മാസം കൊണ്ട് തന്നെ 7ലധികം സ്പെഷ്യലൈസേഷൻസ് പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത. അതിൽ നോക്കുകയാണെങ്കിൽ കോർ സെഷൻസ് മാത്രമല്ല, ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ലീഡർഷിപ്പ് മാനേജ്മെന്റ് ആയിക്കോട്ടെ, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് ആയിക്കോട്ടെ, ഇതെല്ലാം കവർ ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നു, എന്താണ് ലേറ്റസ്റ്റ്, എന്താണ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് മനസ്സിലാക്കാതെ ട്രഡീഷനിൽ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മൾ എന്തെങ്കിലും ഫോണോ ബാക്കി എന്ത് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ലേറ്റസ്റ്റ് പർച്ചേസ് ചെയ്യുകയും വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഏറ്റവും ബാക്കിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ പോകുന്ന കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യുന്നു, നല്ലൊരു കരിയറിലേക്ക് എത്തിപ്പെടാതെ പോവുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കും ആ സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള മേഖല മനസ്സിലാക്കി കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ച നല്ലൊരു കരിയർ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുള്ളൂ.